302. ഈ എല്ലാം ശരിയാവുന്നില്ല. ഈ എല്ലാ കുടിക്കാൻ അവിടെ കൊണ്ട് വെക്കും. ഈ എന്ത് ശരിയാവില്ല. ഈ പണ്ടാര എവിടെയാണെന്ന് പിക്ക് ചെയ്യേണ്ടത്? ആയല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യമോ? അത് ഏഴല്ലേ? പുതിയ ലിപിയുടെ പേരില്ല, പഴയ ലിപിയുടെ പ്രാർത്ഥന. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? വെൽക്കം. വെൽക്കം. ഇത് മേൽക്കമാണ്. ഓഹോ, അങ്ങനെ വായിക്കാമോ? നിങ്ങളെ കൂടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പഠിക്കുന്നവരായിക്കോട്ടെ, പന്തൽ പഠിക്കുന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യും. മനസ്സും കലങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം? എന്താ ശരിയല്ല? ശരിയല്ലെന്ന് ശരിയെന്ന് പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? മോളുടെ കയ്യിൽ ഇതാരാ തന്നു വിട്ടത്? ഇതൊക്കെ താഴ്ത്തു മുൻപോട്ടില്ലേ? മാമ കൊടുത്തോളാം കേട്ടോ. മാമ അല്ല, മാമൻ. അങ്കിൾ അങ്കിൾ. എടോ, ഇതൊന്ന് കേട്ടേ. അത് കേട്ടാനല്ല, ഈ ബാഗ് ഒന്ന് കേട്ടേ. ഇനി ഇതെടുത്ത് കുറിച്ച് അതെന്താ? ഇവിടെ കൊടയല്ലേ ഒരവസ്ഥ. ഒരു തൈ ഇരിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു മണിയിലേക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അവന്റെ പുനർക്കുള്ളിലേക്ക് വരുമോ? മൗനം സമ്മതം. അയ്യോ, ഞാനല്ല. ഈ മുത്തച്ഛന് ആ മസാല ദോശ മുത്തശ്ശൻ എന്തിന്റെ കട? വയസ്സാകാത്ത പെമ്പിളരെ കിളമ്പി എന്താ അടക്കം? ഇന്ന് മുത്തശ്ശിയുടെ ഒരു വയസ്സിലടാ ഞാൻ ജീവിച്ചുള്ളൂ. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കോ? കുട്ടിയുടെ പേരെന്താ? നിന്റെ അല്ല, ഈ കുട്ടിയുടെ. മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ ഗോപാലകൃഷ്ണൻ TV. ചുണ്ണാമ്പുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. എന്നാ ഞാൻ നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമെല്ലാം വെറുതെ വിടരുത് കേട്ടോ. ഞാൻ ചുണ്ണാമ്പല്ലേ ചോദിക്കുന്നു. ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ, പിന്നെന്തിനാ അവരോട് ചോദിക്കണേ?
ഞാനൊരു പുരുഷനല്ല ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈനാ? മുത്തശ്ശിയോട് ചൂടാവണ്ട. ആ. കൊതുകിന് പിന്നെ കിളിപിടി. തന്നെപ്പോലുള്ള ആളുകളാ മുത്തശ്ശിന് ചീത്തക്കുന്ന. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിനത്തിന് ജീരകത്തിന് കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പഠിച്ചിട്ടുള്ളൂ. ഒന്നുകിലേ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവർക്ക്? ഞാനാ. ആ അതന്നെ ഇങ്ങനെ വെറുതെ അല്ല, എല്ലാവരും അച്ചോടെ കയ്യെത്തോന്ന് പറഞ്ഞ എന്താണ് തേയില വിളിച്ച് വെക്കാം. അതിട്ട് എന്താണ് ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുള്ളത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നു. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന് രുചി പോയി കിടക്കുക. ആഹാ അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി വീശിണ്ട? എനിക്ക് ടെൻഷൻ രണ്ട് കാലം അടുപ്പിച്ച് കത്തിക്കിട്ടാ നീ പഠിക്കുള്ളൂ. എടാ ആ കിഞ്ചെങ്ങനെ തക്കോട് തിരിച്ചു നോക്കുന്ന ലക്ഷണക്കേടാ. ഓ അതല്ലേ എനിക്ക് തിരിച്ചുമാക്കാൻ പറഞ്ഞു. നീ എന്തിനാ തിരിഞ്ഞത്? കിണ്ടിന്നാണ് പറഞ്ഞത്. ആ അങ്ങനെ നോക്കി ഇന്ത്യയിലെ തക്കോട്ട് നോക്കി ഉദയത്തിലേക്ക് മാറ്റാ. ഈ ചട്ടോങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാവുന്ന സാർ. അല്ല കണ്ട കേട്ടോ വഴിപാടും ഇല്ലാത്തവര് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത് ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി? ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഞാൻ ചുമ്മാ ദൈവത്തായിട്ടുണ്ട് എന്ന് കാണാം. എനിക്ക് വിശ്വാസം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതമെന്നാൽ പാരുന്നതുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ ദാസായി മാറ്റിയ ജന്മഗൃഹമല്ല. ൂരകത്തോറും നമ്മുടെ ചെറിയ സാധനം കാണിക്കാൻ വേറെ എന്താ അടിപ്പിടിച്ചുട്ടാ മസിൽ അടിപ്പിടിച്ചു. മസിൽ ഉടക്കാതെ കൊണ്ടു. അതെ എന്നെ ഒഴിച്ചു കൊണ്ടോണേ. പിന്നെ മുകളിൽ വെക്കാൻ അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്. പിന്നെ നീരുവാണ്ടേ? അതെ ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരാൾ മരിക്കാൻ വരുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. ചേട്ടൻ കാണിക്കാൻ പറഞ്ഞു.